ഇന്നലകളിൽ ഭാഗം 19. കല്യാണത്തിന്റെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ശ്യാമും മാനസിയും ഉണ്ണിയും ചാരുവും എല്ലാം വീട്ടിലേക്ക് മടങ്ങിയത്. ഓഫീസിലെ തിരക്കുകളിലേക്ക് ശ്യാമും ഉണ്ണിയും ഊളിയിട്ടു. എല്ലാവരും ബാക്ക് ടു നോർമൽ ലൈഫ്. മാനസി ഇപ്പോഴും ഒളിച്ചുകളിയിൽ തന്നെയാണ്. അവന്റെ മുന്നിൽ ഒറ്റയ്ക്ക് ചെന്ന് ചാടാറില്ലെന്നതൊഴികെ ബാക്കിയൊക്കെ പഴയതുപോലെ തന്നെയാണ്. വൈകുന്നേരം വരെ മാനസി ഓരോന്ന് ചിന്തിച്ച് കഴിച്ചുകൂട്ടി. ശ്യാമിനെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല. കണ്ടാൽ മുന്നിൽ ചെന്ന് നിൽക്കാനും വയ്യ. അവന്റെ സാമീപ്യത്തിൽ ഉയരുന്ന ഹൃദയമിടിപ്പിനെ സാധാരണ നിലയിലാക്കാൻ അവൾ നന്നേ ബന്ധപ്പെട്ടിരുന്നു. കുറച്ചു നാളായിട്ട് എന്തോ ഒരു പ്രോജക്റ്റിന്റെ തിരക്കിലായിരുന്നു ശ്യാം. ഓഫീസിലിരുന്ന് തീരാത്ത വർക്ക് വീട്ടിലിരുന്ന് നോക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവൻ കിടക്കാൻ വരുമ്പോഴേക്കും മാനസി ഉറക്കം പിടിച്ചിരിക്കും. ശിവ ഏതോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. ചന്ദ്രനും സരസ്വതിയും കൂടെ ഏതോ ബന്ധുവിന്റെ വീട്ടിൽ പോയതാണ് ഉച്ചയായപ്പോൾ. ഇതുവരെ എത്തിയിട്ടില്ല. ശ്യാമിനെ കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു മാനസി. അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളുടെ അധരങ്ങളെ ചെറുതായി വികസിപ്പിച്ചു. ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് മാനസി ചിന്തകളിൽ നിന്നുണർന്നത്. ഫോൺ എടുത്ത മാനസിയുടെ മുഖം മങ്ങി. മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. നിമിഷനേരം കൊണ്ട് ഒരു അസ്വസ്ഥത അവളെ വന്നു പൊതിഞ്ഞു. മോളെ. കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തതും മറുപുറത്ത് ശ്വേതയുടെ സംസാരം കേട്ട് മാനസിക്ക് ശ്വാസം നെഞ്ചിൽ വിലങ്ങി നിൽക്കും പോലെ തോന്നി. ഉടലാകെ ഒരു പൊള്ളൽ പോലെ. മാനസി. ശ്വേത ഒരിക്കൽ കൂടി വിളിച്ചു. ഒന്ന് നിർത്തും അമ്മ. ദേഷ്യവും സങ്കടവും കൊണ്ടവളുടെ സ്വരമുയർന്നു. ഇപ്പോഴുള്ള ഈ ഫോൺ കോൾസിന്റെ അർത്ഥം അറിയാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇല്ലാത്ത സ്നേഹം ഉണ്ടെന്ന് അറിയിക്കാനുള്ള പ്രഹസനമാണെങ്കിൽ അത് വേണ്ടമമ്മ. കിട്ടിയ ധൈര്യത്തിൽ മാനസി പറഞ്ഞു. മോളെ, അങ്ങനെ ഒന്നും പറയല്ലേ. ഞാൻ നിന്റെ അമ്മയല്ലേ. എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന് കരുതരുത് മോളെ. ശ്വേതയുടെ സ്വരം ഇടറിപ്പോയി. അമ്മ. അത് പറയുമ്പോൾ അവളുടെ ചുണ്ടിലൊരു പുച്ഛം നിറഞ്ഞിരുന്നു. അമ്മ എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും മമ്മയ്ക്ക് അർഹതയില്ല. അമ്മയ്ക്കൊരു കാര്യം അറിയോ? എന്റെ അമ്മയിലൊഴികെ ഈ ലോകത്തെ സകല അമ്മമാരിലും ഞാനൊരു അമ്മയെ കണ്ടിട്ടുണ്ട്. ഈവൻ എനിക്കൊരു തലവേദന വന്നാൽ പോലും അരികിൽ നിന്ന് മാറാതെ എന്റെ കൂട്ടിരിക്കുന്ന ദേവു, അവളിലും ഉണ്ട് മമ്മ ഒരു അമ്മയുടെ സ്നേഹവും കരുതലും. മാനസി പറയുമ്പോൾ ശ്വേത തകർന്നു പോയി. മോളെ. ദയനീയമായി ശ്വേത വിളിച്ചു. വേണ്ട മമ്മ. ഇങ്ങനൊരു വിളി കേൾക്കാൻ മാനസി ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് നിങ്ങളുടെ അവഗണനയായിരുന്നു ലഭിച്ചത്. നൗ ഐ ഗോട്ട് അഡ്ജസ്റ്റഡ്. അവളുടെ ഓരോ വാക്കുകളും ശ്വേതയെ ആകെ തളർത്തിക്കൊണ്ടിരുന്നു. ഇനി എന്നെ ഇങ്ങനെ വിളിക്കരുത് മമ്മ. മമ്മയും പപ്പയും മാനസി എന്നൊരു മകൾ ഉണ്ടായിട്ടും ഇല്ലെന്ന ഒരു ചിന്താഗതിയിൽ ജീവിച്ചവരാണ്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ മതി മമ്മ. ഞാൻ അതുമായിട്ട് യൂസ്ഡ് ആയി കഴിഞ്ഞു. മമ്മ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്തൊരു സഫോക്കേഷനാണ് ഫീൽ ചെയ്യുന്നത്. സോ പ്ലീസ്. അത്രയും പറഞ്ഞ് മാനസി കോൾ കട്ട് ചെയ്യുമ്പോൾ ശ്വേതയുടെ കയ്യിൽ നിന്നും ഫോൺ നിലത്തേക്ക് ഊർന്നുപോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്വേത നിലത്തേക്ക് തളർന്നിരുന്നു. ശ്യാം മാനസിയുടെ സംസാരം കേട്ട് റൂമിന് പുറത്തു നിൽക്കുകയായിരുന്നു. അവൻ അവിടെ ഉണ്ടെങ്കിൽ അവൾ എല്ലാം ഉള്ളിലൊതുക്കി അവന്റെ നെഞ്ചിൽ അഭയം പ്രാപിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ എന്ന് കരുതി റൂമിന് പുറത്ത് അവൾക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ അവൻ മറഞ്ഞു നിന്നു. ഇതേ സമയം മാനസി വല്ലാത്തൊരു വീർപ്പുമുട്ടലിലായിരുന്നു. അവൾക്ക് ശ്വാസം മുട്ടും പോലെ തോന്നി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൈകാലുകൾ തളർന്നു പോകും പോലെ. ശരീരം വിറച്ചു. തലയ്ക്കകത്ത് മിന്നലേറ്റ പോലെ മാനസി വെട്ടി വിയർത്തു. ശ്യാം റൂമിനകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ചയിൽ അവൻ ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി. കാലുകൾക്ക് ബലം നഷ്ടപ്പെടും പോലെ. അവൾക്കരികിലേക്ക് പോകാതിരിക്കാൻ തോന്നിയ നിമിഷത്തെ ശ്യാം മനസ്സാ ശപിച്ചു. മാനസിക്ക് ആ മുറി അവൾക്ക് ചുറ്റും കറങ്ങും പോലെ തോന്നി. നെറ്റിയിലും കഴുത്തിലും വിയർപ്പ് പൊടിഞ്ഞു. ആ സമയം അവളുടെ നിയന്ത്രണത്തിലായിരുന്നില്ല മാനസിയുടെ ബുദ്ധിയും മനസ്സും. അവളുടെ കൈകാലുകൾ തളർന്നു വന്നു. കൃഷ്ണമണി മുകളിലേക്ക് മറിഞ്ഞു. മാനസി. ശ്യാം ഓടി വന്ന് അവളെ നെഞ്ചോട് ചേർത്തു.
മാനസി ഞെട്ടിപ്പോയി. സ്വപ്നലോകത്തിൽ നിന്ന് ഉണർന്നു വന്ന പോലെ അവൾ ശ്യാമിനെ നോക്കിയപ്പോഴേക്ക് അവൻ അവളെ നെഞ്ചോട് ചേർത്തിരുന്നു. പെട്ടെന്നുള്ള ഞെട്ടലിൽ അവൾ അവനിൽ നിന്ന് കുതറി നീങ്ങാൻ നോക്കി. എന്നാൽ ശ്യാം അവളെ മുറുകെ പുണർന്നു തന്നെ ഇരുന്നു. അവന്റെ കൈകളുടെ മുറുക്കം കൂടിയപ്പോൾ അവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവന്റെ മാറിൽ പറ്റിപ്പിടിച്ചിരുന്നു. അവന്റെ ഉയർന്ന ഹൃദയതാളം മാനസി കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ഒന്നുകൂടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവനെ ഇരു കൈകൾ കൊണ്ടും മുറുകെ പുണർന്നു. അവളുടെ ദേഹത്തെ അവന്റെ കൈകൾ വരിഞ്ഞു മുറുക്കി. മുന്നിൽ കണ്ട കാഴ്ച അവനിൽ അത്രയും നടുക്കം സൃഷ്ടിച്ചു കടന്നുപോയിരുന്നു. മാനസിക്ക് അവനോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ നാവ് ചലിക്കാത്തതുപോലെ അവൾക്ക് തോന്നി. അവളുടെ വരുതിയിൽ ശരീരം നിൽക്കുന്നുണ്ടായിരുന്നില്ല. മാനസി. ശ്യാമിന്റെ വിളിക്ക് മറുപടി നൽകാൻ അവൾ ആഗ്രഹിച്ചെങ്കിലും മാനസിക്ക് കഴിഞ്ഞില്ല. ഒരു പാവ കണക്കെ അവനെ മുറുകെ പിടിച്ച് അനങ്ങാതെ ഇരിക്കുന്ന മാനസിയെ കണ്ട് ശ്യാം ഭയന്നു വിറച്ചു. അവൻ ബലമായി അവളെ അവനിൽ നിന്ന് അടർത്തി മാറ്റി. അവളുടെ മുഖം കൈകളിൽ ചേർത്ത് വെച്ച് അവളെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം ചുണ്ടിലൊരു പുഞ്ചിരിയും നിറഞ്ഞിരുന്നു. ഏതോ ഉന്മാദാവസ്ഥയിൽ എന്ന പോലെ അവൾ അവനെ നോക്കി. ശ്യാമിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൻ ഭയന്നിരുന്ന ഒരവസ്ഥയിൽ അവൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് അവന് തോന്നി. അവന്റെ ഉള്ളൊന്ന് കിടുങ്ങി. മാനസി, എന്തെങ്കിലും ഒന്ന് പറ മാനസി. ശ്യാം അവളെ കുലുക്കി വിളിച്ചു. മാനസി ഒന്ന് ഞെട്ടി അവനെ നോക്കി. മാനസി. ശ്യാം വീണ്ടും വിളിച്ചു. നേരത്തെ ഒരു മൂളൽ അവളിൽ നിന്നും ഉയർന്നു. ഉള്ളിൽ തികട്ടി വന്ന വേദനയിലോ അവളൊന്ന് പ്രതികരിച്ചതിലുള്ള സന്തോഷത്തിലോ അവന്റെ കണ്ണുകളും നിറഞ്ഞു. വലിച്ചു നെഞ്ചിലേക്ക് ചേർത്തവളെ അവൻ മുറുകെ പുണർന്നു. ഒന്നും പറയാനോ ചെയ്യാനോ കഴിയാത്ത വിധം ശൂന്യമായി പോയിരുന്നു മാനസിയുടെ മനസ്സ്. അവൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു. ശ്യാമം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അവൻ അവിടെ ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിക്കുന്തോറും അവന്റെ ഹൃദയതാളം ഉയർന്നു. ഗാഠമായ നിദ്രയിലേക്ക് വഴുതി വീണിരുന്നു മാനസി. പതിയെ അവളെ അടർത്തി മാറ്റി കട്ടിലേക്ക് കിടത്തി അവൻ ഫോൺ എടുത്ത് കിച്ചുവിനെ വിളിച്ചു. മറുപുറത്ത് കോൾ കണക്റ്റ് ആയതും ഒരു ഹലോയ്ക്ക് പോലും കാത്തു നിൽക്കാതെ ശ്യാം എല്ലാം കിച്ചുവിനോട് പറഞ്ഞു. ശ്യാം, നീ ടെൻസ്ഡ് ആകണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എത്താം. കിച്ചു പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു. ഉറങ്ങിക്കിടക്കുന്ന മാനസി ഒന്ന് നോക്കിക്കൊണ്ട് ശ്യാം ഫ്രഷ് ആവാൻ കയറി. അവൻ ഫ്രഷായി ഇറങ്ങി മാനസിയുടെ അരികിലേക്കിരുന്നു. അവളുടെ തലയിൽ മെല്ലെ തഴുകി. മാനസി ഒന്ന് കുറുകി കിടന്നു. അവളെ നോക്കി അവൻ അവിടെ തന്നെ ഇരുന്നു. അധികം വൈകാതെ തന്നെ കിച്ചു വന്നു. കൂടെ മറ്റൊരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു. ശ്യാം സംശയത്തോടെ കിച്ചുവിനെ നോക്കി. ഇത് രേവതി, എൻ്റെ ഫ്രണ്ടാണ് ശ്യാം. ഒപ്പം അറിയപ്പെടുന്ന ഒരു സൈക്യാട്രിസ്റ്റ് കൂടിയാണ്. കിച്ചു പറഞ്ഞപ്പോൾ ശ്യാം ഞെട്ടി കിച്ചുവിനെ നോക്കി. രേവതി. ബി കൂൾ ശ്യാം, താൻ ഇങ്ങനെ ഞെട്ടാൻ മാത്രം ഒന്നുമില്ല ഇവിടെ. സൈക്യാട്രിസ്റ്റ് എന്ന് കേട്ടുള്ള ഞെട്ടലാണെങ്കിൽ ഡോണ്ട് ബി പാനിക്. മറ്റുള്ളവരെല്ലാം പറയും പോലെ ഭ്രാന്തിന്റെ ഡോക്ടർ അല്ല സൈക്യാട്രിസ്റ്റ്. സത്യത്തിൽ ഭ്രാന്ത് എന്നൊരു പ്രയോഗം തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. അത് രോഗമല്ല, ഒരവസ്ഥയാണ്. ഇറ്റ്സ് എ മെഡിക്കൽ കണ്ടീഷൻ. ഈ നിൽക്കുന്ന ഞാനും താനും ഉൾപ്പെടെ നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന കണ്ടീഷൻ വരാം. ഇറ്റ്സ് ജസ്റ്റ് എ മെന്റൽ സിറ്റുവേഷൻ വെൻ വി കാൺട്ട് കൺട്രോൾ അവർ ഇന്റേണൽ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനസ്സിന്റെ താളം തെറ്റുന്നവരെ ആ താളം വീണ്ടെടുക്കാൻ സഹായിക്കുന്നവരാണ് ഞങ്ങൾ. പിന്നെ മാനസിയുടെ റിയാക്ഷൻ ഓർത്തിട്ടാണെങ്കിൽ മാനസി ഒരിടയ്ക്ക് കിരണിനൊപ്പം എന്നെ വന്ന് കണ്ടിരുന്നതാണ്. സോ ഓവർ ടെൻഷൻസ് ഒന്നും വേണ്ട. രേവതി പറഞ്ഞപ്പോൾ ശ്യാം അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കിച്ചു, എന്താടാ സംഭവിച്ചത് ശരിക്കും? കിച്ചു ചോദിച്ചു. ശ്യാം ഇരുവരുടെയും ഇന്നത്തെ കാര്യങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു. മാനസി എവിടെ? ശ്യാം പറഞ്ഞതെല്ലാം കേട്ടുകഴിഞ്ഞ് രേവതി ചോദിച്ചു. ശ്യാം, മയക്കമാണ്. രേവതി, നിർബന്ധിച്ച് കിടത്തി ഉറക്കിയതാണോ? ശ്യാം, അല്ല. രേവതി, കാണാൻ പറ്റുമോ? ശ്യാം, ഷുവർ. ശ്യാമും രേവതിയും കിച്ചുവും കൂടെ മാനസിയുടെ അരികിലേക്ക് പോയി. അവർ ചെല്ലുമ്പോഴും മാനസി നല്ല മയക്കമായിരുന്നു. അവളുടെ ഉള്ളിലെ പിരിമുറുക്കം മാനസിയുടെ മുഖത്ത് വ്യക്തമായിരുന്നു. മെന്റലി ആള് വല്ലാതെ സ്ട്രെസ്ഡ് ആണ്. അത് ആ മുഖത്ത് നോക്കിയാൽ അറിയാം. ഉറങ്ങുമ്പോൾ പോലും മനസ്സിൽ എന്തൊക്കെയോ അലട്ടുന്നുണ്ട്. രേവതി മാനസിയെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. രേവതി,
മാനസി നല്ല ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. അവളുടെ സാഹചര്യങ്ങൾ അവളെ അങ്ങനെ മാറ്റിയെടുത്തു എന്ന് തന്നെ വേണം പറയാൻ. എന്നെ ആദ്യമായി കാണാൻ വന്നപ്പോൾ തന്നെ മാനസി പറഞ്ഞിരുന്നു, അവൾക്ക് ഏറ്റവും കൂടുതൽ ഹർട്ടാകുന്നത് ആ വീട്ടിലുള്ള ഒറ്റപ്പെടലാണെന്ന്. ഒരുപക്ഷെ പാരൻസിന്റെ അവഗണനയേക്കാൾ അവളെ കൂടുതൽ തളർത്തിയത് ഒറ്റയ്ക്ക് കഴിച്ചു കൂട്ടേണ്ടി വന്ന ബാല്യത്തിന്റെ ഓർമ്മകളാണ്. ശ്യാം: പിന്നെ ഇപ്പോഴെന്താ അവളെ അലട്ടുന്ന പ്രശ്നം? രേവതി: മെയിൻ കാരണം ശ്യാമാണ്. ശ്യാം: ഞാനോ? രേവതി: അതെ, ഇതുവരെ മാനസി ഒറ്റയ്ക്കായിരുന്നു. ഒരു പരിധിയിൽ കൂടുതൽ കിരണിനോട് പോലും അവൾ അടുപ്പം കാണിച്ചിരുന്നില്ല. ശ്യാം കിച്ചുവിനെ നോക്കുമ്പോൾ അവൻ അതെ എന്ന് തലയനക്കി. രേവതി: ശ്യാമിന്റെ കാര്യത്തിൽ അവൾക്ക് അങ്ങനെ ഒരു പരിധിയില്ല. മാനസിയുടെ കാര്യത്തിലാണെങ്കിൽ മാനസി അവളുടെ പപ്പയെയും മമ്മയെയും പോലും ഇത്രയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അവൾക്ക് തുറന്ന് പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ മനസ്സുകൊണ്ട് മാനസി ശ്യാമിനോട് വല്ലാതെ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ശ്യാമിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ സാധിക്കില്ല. പിന്നെ പൊതുവെ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അതിപ്പോ എത്ര വലിയ സങ്കടമാണെങ്കിൽ പോലും പ്രിയപ്പെട്ടവനൊന്ന് നെഞ്ചോട് ചേർത്താൽ അവരുടെ ഉള്ളിലുള്ള ആ സങ്കടം ഒഴിഞ്ഞു പോകും. അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും സംരക്ഷണവും ആവശ്യമുള്ളപ്പോൾ പോലും അതൊന്നും കിട്ടാതെ കഴിച്ചുകൂട്ടേണ്ടി വന്ന ഈ ജീവിതത്തിൽ മാനസിക്ക് അതെല്ലാം അനുഭവിച്ചു തുടങ്ങിയത് ഈ വീട്ടിലെത്തിയ ശേഷമാണ്. മോസ്റ്റ്ലി മാനസിക്കിപ്പോൾ ശ്യാമിൽ നിന്ന് കിട്ടുന്ന കെയർ അത് അവളുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നതിനൊപ്പം ദുഃഖഭാരം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെങ്കിൽ അതിന് മാനസി മനസ്സ് തുറന്നൊന്ന് പൊട്ടിത്തെറിക്കണം, അല്ലെങ്കിൽ പൊട്ടിക്കരയണം. ആ കരച്ചിലിൽ അവളുടെ ഉള്ളിലുള്ള സങ്കടങ്ങളെല്ലാം പെയ്തൊഴിയണം. ഇറ്റ് വിൽ ടേക്ക് ടൈം. രേവതി പറഞ്ഞപ്പോൾ ശ്യാമും കിച്ചുവും അപ്പോഴും ഒരു വലിയ ആശങ്കയിലായിരുന്നു, എന്ത് എങ്ങനെയെന്നറിയാതെ. രേവതി: നിങ്ങൾ തൽക്കാലം ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ മാനസിക്ക് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ന് വരെ ഒരു നോക്കുകൊണ്ട് പോലും അവളെ പരിഗണിക്കാത്ത അവളുടെ അമ്മയുടെ ഇപ്പോഴുള്ള ഈ സ്നേഹമാണ്. മാനസിക്ക് അവളുടെ അമ്മയുടെ സ്നേഹം അപരിചിതമാണ്. ഉള്ളുകൊണ്ട് അവൾ അത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അല്ല, ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ മനസ്സിലെ മുറിവിന്റെ ആഴം അതാണ് മാനസിയുടെ സമനില തെറ്റിക്കുന്നത്. ഇപ്പോ മാനസിയുടെ മുറിവിനുള്ള മരുന്ന് ശ്യാമാണ്. അവളിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെങ്കിൽ അത് ശ്യാമിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. സ്നേഹിക്കുക, അളവുകൾ നിശ്ചയിക്കാതെ, പരിധികളില്ലാതെ, നിയന്ത്രണങ്ങളില്ലാതെ, കള്ളങ്ങളില്ലാതെ, ഉള്ളു തുറന്ന് സന്തോഷങ്ങളിൽ തോളോട് ചേർക്കുക, സങ്കടങ്ങളിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, ആശ്വാസം പകരുക. സ്നേഹത്തെക്കാൾ വലിയ മരുന്നൊന്നും ഈ ലോകത്ത് ആരും കണ്ടുപിടിച്ചിട്ടില്ലടോ. ഒരു ചിരിയോടെ ശ്യാമിന്റെ തോളിൽ തട്ടിക്കൊണ്ട് രേവതി പറഞ്ഞു. ശ്യാം അവളെ നോക്കി പുഞ്ചിരിച്ചു. രേവതി: കിരൺ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്, ഷാൽ വി ഗോ? കിച്ചു: പോകാം. കിച്ചുവും രേവതിയും പോകാൻ തുടങ്ങി. ശ്യാം: സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് ഇറങ്ങടാ. കിച്ചു: ആടാ, നോക്കാം. രേവതി: ശ്യാം, പറ്റുമെങ്കിൽ ഒരു 2-3 ദിവസത്തേക്ക് മാനസികം കൊണ്ടൊന്ന് എവിടേക്കെങ്കിലും മാറി നിൽക്ക്. ഒരു യാത്ര. ഇപ്പോൾ മാനസിക്ക് അങ്ങനൊരു യാത്ര നല്ലതാണ്. ശ്യാം: ഞാൻ കൊണ്ടുപോയിക്കോളാം, എവിടേക്ക് വേണമെങ്കിലും. അവൾക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്നാ മതി. രേവതി: ഇപ്പോഴുള്ള അവളുടെ ബുദ്ധിമുട്ടുകൾ ഉണരുമ്പോഴേക്ക് മാറിക്കോളും. ഷി വിൽ ബി ഓക്കെ. പിന്നെ യാത്രയുടെ കാര്യം മറക്കണ്ട. അതും പറഞ്ഞ് രേവതിയും കാറിലേക്ക് കയറി. ശ്യാം അവളെ നോക്കി പുഞ്ചിരിച്ചു. അവർ പോയതും ശ്യാം അകത്തേക്ക് കയറി. റൂമിലേക്ക് വരുമ്പോൾ മാനസി ഉണരാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അവന് മനസ്സിലായി. അവൻ അവളുടെ അരികിലേക്കിരുന്നു. മാനസി കണ്ണ് മെല്ലെ ചിമ്മി തുറന്നു. കണ്ണു തുറന്നപ്പോൾ കണ്ടത് അവളെ തന്നെ നോക്കി അവൾക്കരികിലിരിക്കുന്ന ശ്യാമിനെയാണ്. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എണീറ്റു. കൈപ്പത്തി മുഖത്തേക്ക് വെച്ചൊന്ന് അമർത്തി മുഖം തുടച്ചു. ശ്യാമിനെ നോക്കുമ്പോൾ അവൻ ഇപ്പോഴും അവളെ തന്നെ നോക്കിയിരിപ്പാണ്. അവൻ അങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ട് മാനസിക്ക് ചെറുതായി നാണം തോന്നി. ഇങ്ങനെ നോക്കല്ലേ, ബെഡിൽ വെച്ചിരുന്ന അവന്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് അവൾ പറഞ്ഞു. ഹാവ് പെണ്ണേ, തൊലി പോയെന്ന് തോന്നുന്നു. അവൻ കൈ തിരുമ്മി അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. മാനസി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളുടെ ചിരി കണ്ടപ്പോൾ അവന്റെ മനസ്സ് നിറഞ്ഞു. അവന്റെ കൈകൾ അവളെ അവനോട് ചേർത്ത് പിടിച്ചു. കുറച്ചു നേരം അവരങ്ങനെ ഇരുന്നു. മാനസി,
അവളുടെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് ശ്യാം വിളിച്ചു. അവൾ ഒരു പുഞ്ചിരിയോടെ മൂളി. അവനൊന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് മാനസി അവന്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി. പെട്ടെന്നാണ് അവൻ മുഖം അവളുടെ നേരെ അടുപ്പിച്ചത്. അവന്റെ നിശ്വാസം മുഖത്തടിച്ചപ്പോൾ മാനസി കണ്ണുകൾ ഇറുക്കി അടച്ചു. അവനെ മുറുകെ പിടിച്ചു. ഐ ലവ് യു. അവളുടെ കാതോരം ചേർന്നുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് മാനസി കണ്ണുകൾ ഞെട്ടി തുറന്നു. അവനെ അതിശയത്തോടെ നോക്കി. ആദ്യമായാണ് ശ്യാം അവളോട് ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്നത്. പരസ്പരം ഏറെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നോ തിരിച്ചറിഞ്ഞതാണെങ്കിലും ഒരു തുറന്നു പറച്ചിൽ അവർക്കിടയിൽ ഇതുവരെ സംഭവിച്ചിരുന്നില്ല. അവളുടെ മിഴികളിൽ പ്രണയം നിറഞ്ഞു. ഹൃദയം അത്യാഹ്ലാദത്താൽ നിറഞ്ഞു കവിഞ്ഞു. അവനെ മുറുകെ പുണർന്ന് ആ തോളോട് ചേർന്നു. അവന്റെ ചുണ്ടുകളുടെ നനവ് കഴുത്തിലറിഞ്ഞതും അവൾ അവന്റെ മേലെയുള്ള പിടിയൊന്നു മുറുക്കി. കണ്ണുകൾ ഇറുകെ അടഞ്ഞു. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ?